ഒരു വായ്ത്താരി ആവർത്തിച്ച് ഇത്ര അക്ഷരകാലം പോകുന്നതാണ്. തായമ്പക ഒരു ചൊല്ലിന് ഒരു മറുചൊല്ല്. നമസ്കാരം, ഡ്രീം ക്യാപ്ചറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തൗഞ്ഞാൽ പഞ്ചായത്തിലെ കുളത്താട എന്ന ചെറു ഗ്രാമത്തിൽ കൃഷ്ണപുരം വീട്ടിൽ താമസിക്കുന്ന ഹരീഷ് സാറിനെ കാണാനാണ്. അദ്ദേഹം ഒരു ചെണ്ട അധ്യാപകനാണ്, കർഷകനാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന രീതികളും അദ്ദേഹം എത്ര പേരെയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ നമുക്ക് പോയാലോ? നവാ. ഹരീഷ് സാറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്കിനി സാറിനെ കാണാം, സാറിനോട് സാറിൻ്റെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയാം. ഹരീഷ് സാറ്, നമുക്ക് സാറിനോട് സാറിനെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? എൻ്റെ പേര് ഹരീഷ്, ഞാനിവിടെ കുളത്താടയാണ്. പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു കഴകം ജോലിയൊക്കെ ചെയ്യുന്നു. പിന്നെ എൻ്റെ ഇഷ്ടം ചെണ്ട കൊട്ടുകയാണ്. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുന്നു. എത്ര കാലമായി സാറ് ഈ ഒരു അധ്യാപക, അതായത് ചെണ്ട അധ്യാപകനായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഞാനൊരു 2009 മുതലാണ് ഞാൻ വന്നത്. ഞാൻ പഠിച്ചത് 2005 അരങ്ങേറ്റം കഴിഞ്ഞത് ചെണ്ടമേളം തായമ്പക. ഇപ്പോൾ 2008-2009 മുതൽ ഞാൻ ഈ ഫീൽഡിൽ വന്നതാണ്. സാറ് ഈ ഒരു കല ആരുടെ കീഴിലായിരുന്നു അഭ്യസിച്ചത്? ഇത് സാറിനെ അഭ്യസിപ്പിച്ചത് ആരായിരുന്നു? പിന്നെ ഈ ഒരു കല പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണോ, അതല്ലെങ്കിൽ സാറിന് സ്വയം ഇഷ്ടം തോന്നി ഇങ്ങനെ പഠിച്ചെടുത്തതാണോ? അതെ, എനിക്ക് ചെറുപ്പം മുതലേ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് പഠിക്കാനുള്ള അവസരം കിട്ടിയത്. എന്നെ പഠിപ്പിച്ചത് കലാമണ്ഡലം അരവിന്ദമരാരാണ്. ആയിട്ടൊന്നുമില്ല, പാരമ്പര്യം ഞങ്ങൾ ചെണ്ട ഇല്ല, അഭ്യസിച്ചിട്ടില്ല. ഞാൻ എൻ്റെ താല്പര്യം കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. പിന്നെ മക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മേഖലയോട് താല്പര്യമുണ്ടോ? അവരാരും ഈ ഒരു ഇതിനോട് താല്പര്യം കാണിച്ച് പഠിക്കുന്നുണ്ടോ ഇപ്പം? മകനും പഠിക്കുന്നുണ്ട്, മകളും പഠിക്കുന്നുണ്ട്. മകൻ പിന്നെ വ്യത്യസ്തമായിട്ട് മദ്ദളം കേളി സ്റ്റേറ്റ് വിന്നറാണ് കഴിഞ്ഞ കൊല്ലത്തെ. മകളിപ്പം തായമ്പകം കേളിയെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെയാണ് തായമ്പക രണ്ടാളും പഠിച്ചത്. കേളി പഠിച്ചത് തിരുനെല്ലി വിജയശേട്ടൻ്റെ അടുത്ത് നിന്നാണ്. കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റേറ്റ് വിന്നറാണ്. കുട്ടികളിപ്പോൾ സാറിൻ്റെ കീഴിൽ ഈ ഒരു വിദ്യ അഭ്യസിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴൊരു 10-30 കുട്ടികളുണ്ട്. പിന്നെ അതിപ്പോൾ ഒരു കൊറോണ കാരണം അതിങ്ങനെ നിന്നുപോയിരിക്കുകയാണ്. ഒരു 10-70 കുട്ടിയോളം പഠിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, തായമ്പകയും മേളവും എല്ലാമായിട്ട്. ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇല്ലല്ലോ അല്ലേ? ഇപ്പം അത് നിർത്തി വെച്ചിരിക്കുക തൽക്കാലം. ഇനിയിപ്പം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സാറേ, എത്ര പ്രായം മുതലുള്ള കുട്ടികളാണ് ഈ ഒരു വിദ്യ അഭ്യസിക്കാനായിട്ട് വരുന്നത്? പിന്നെ ഇവിടെ നിന്ന് തന്നെയാണോ അഭ്യസിപ്പിക്കുന്നത്? പിന്നെ പെൺകുട്ടികൾക്ക് ഈ ഒരു മേഖലയിലോട്ട് താല്പര്യം സാറിൻ്റെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടോ? അവരാരെങ്കിലും ഈ ഒരു വിദ്യ അഭ്യസിക്കാനായിട്ട് സാറിന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഒരു ചെറുപ്പം മുതലൊരു നമ്മൾ ഒരു വായ്ത്താരി പറഞ്ഞാൽ അത് മനസ്സിലാവാൻ പറ്റുന്നൊരു പ്രായം മുതൽ ഇത് പഠിക്കാം. വളരെ ചെറുപ്പം മുതൽ തന്നെ പഠിക്കണം, എന്നാലേ ഇതിനെ കൊണ്ട് കാര്യമുള്ളൂ. നമ്മളെ കൈയും എല്ലാം വഴങ്ങി വരണമെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ പഠിക്കണം. പിന്നെ പെൺകുട്ടികൾ ഇപ്പോഴിപ്പോഴും വരുന്നുണ്ട്, അഭ്യസിക്കാൻ വരുന്നുണ്ട്, ചെണ്ട പഠിക്കാൻ വരുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് പഠിപ്പിക്കൽ, വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ. നേരിട്ട് ഇപ്പം ഞാനിപ്പം ഇവിടെ പഠിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചെണ്ട തന്നെയാണോ കുട്ടി പഠിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യയിലൂടെ പഠിപ്പിച്ചെടുത്തിട്ട് ഒരു വിധം ആയ ശേഷമാണോ ചെണ്ടയിലേക്ക് കയറ്റുന്നത്? അതിൻ്റെ ഒരു കാര്യം ഒന്ന് പറയാമോ? ആദ്യം കല്ലിലാണ് കൊട്ടി പഠിക്കുക. കല്ല് അല്ലെങ്കിൽ മരമുട്ടി ഇതേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ആദ്യം 3 അക്ഷരം കൊട്ടി പഠിക്കും. തക്കിട്ട, തരികിട്ട എന്നീ പാടക്കൈകൾ കൊട്ടി കൈയൊന്ന് വഴങ്ങിയതിന് ശേഷം പിന്നെ വലന്തലയിൽ കൊട്ടും. ചെണ്ടയുടെ നേരിട്ട് ഇടന്തലയിലേക്ക് പോകാതെ വലന്തലയിൽ കൊട്ടി അവിടെ ഒന്ന് കൈയൊക്കെ ഒന്ന് വഴങ്ങി കൊട്ടാനൊരു ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഇടന്തലയിലേക്ക് മാറുള്ളൂ. സാറേ, മറ്റെന്തെങ്കിലും ഉപകരണം സാറ് കൈകാര്യം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ കീബോർഡ് പഠിച്ചിരുന്നു. കുറച്ച് 2-3 വർഷം കീബോർഡൊക്കെ പഠിച്ചു. പിന്നെ അതവിടെ അങ്ങനെ നിന്നുപോയി, ചില സാഹചര്യങ്ങളിൽ അങ്ങനെ നിന്നുപോയി. പിന്നെയാണ് ഞാൻ ഈ ചെണ്ട ഫീൽഡിലേക്ക് വരുന്നത്. അത് അമ്പലത്തിലൊക്കെ കൊട്ടാൻ വരുന്ന കണ്ടു, അങ്ങനെ അതിനോട് ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. നിങ്ങൾക്കൊക്കെ ചെണ്ട കൊട്ടാൻ വേണ്ടി പോവാറുണ്ടോ?
പോകാറുണ്ട്. ഏറെക്കുറെ വയനാട് ജില്ലയിലെ ഒരുവിധം എല്ലാ അമ്പലത്തിലും കൊട്ടാൻ പോകാറുണ്ട്. സാറ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ടാണോ, അത് എങ്ങനെയാ? അത് രണ്ടും ചെയ്യുന്നുണ്ട്. അരങ്ങേറ്റമായിട്ടും ചെയ്യുന്നുണ്ട്. അധികവും ഇവിടെ വരുന്നത് മത്സരത്തിന് വേണ്ടി പങ്കെടുപ്പിക്കാനാണ്. മത്സരത്തിന് പങ്കെടുക്കാനും അങ്ങനെ വേണ്ടിയിട്ടാണ്. ഏറെക്കുറെ ഒരു 10 വർഷമായി സ്ഥിരമായി തായമ്പകയിൽ സ്റ്റേറ്റിൽ പോകുന്നുണ്ട്, വയനാട് ജില്ലേനെ പ്രതിനിധീകരിച്ച്. അതിന് എനിക്ക് കാര്യമായി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ആശാൻ തന്നെയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ തെറ്റൊക്കെ തിരുത്തി തരുന്നത് കലാമണ്ഡലം അരവിന്ദേട്ടൻ തന്നെയാണ്, എൻ്റെ ആശാനും കൂടിയാണ്. അദ്ദേഹം എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ 10 വർഷം അടുപ്പിച്ച് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. നാട്ടുകാർക്കുള്ള പ്രതികരണം അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. പിന്നെ എനിക്ക് നല്ല നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാ വിധത്തിലും. അവർ ചെണ്ട വാങ്ങാനാണെങ്കിലും അത് പഠിപ്പിക്കേണ്ട സജ്ജീകരണം ചെയ്യുന്നതിനാണെങ്കിലും നാട്ടുകാരെല്ലാവരും നല്ല സഹകരണം തന്നെയാണ്. ഇവിടെ നിന്നാ സാറ് കൊണ്ടുവരുന്നത്, എവിടെയെങ്കിൽ എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഞാൻ ചെണ്ട കൊണ്ടുവരുന്നത് കോഴിക്കോട് നിന്നാണ്. അവിടെ നിന്നാണ് ചെണ്ട വാങ്ങുന്നത്. ഇപ്പോൾ പുതിയത് വാങ്ങാനാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് ഏറെക്കുറെ ഒരു 15,000 റുപ്യേൻ്റെ അടുത്ത് വരും ഒരു ചെണ്ട. നല്ലൊരു ചെണ്ട വാങ്ങുമ്പോഴാണെങ്കിൽ തായമ്പയൊക്കെ കൊട്ടാൻ പറ്റിയ ഒരു ചെണ്ടയ്ക്കാണെങ്കിൽ ഒരു 15 റുപ്യേൻ്റെ അടുത്ത് 15,000 റുപ്യേൻ്റെ അടുത്ത് വരും. ഞാൻ കോഴിക്കോട് നിന്ന് എടുക്കൽ. സാറേ, ഒരു കുട്ടി ഇവിടെ അഭ്യസിക്കാൻ വന്നു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് അത് പൂർണ്ണമായും പഠിച്ചു തീർത്ത് ഇറങ്ങാനായിട്ട് പറ്റും? അത് പഠിക്കാൻ വരുന്ന ആളുടെ താല്പര്യം പോലെ ഇരിക്കും. ഞാൻ ഇവിടെ മത്സരത്തിന് ചെയ്യുന്നത് ഏറെക്കുറെ ഒരു 6 മാസം കൊണ്ട് മത്സരം സ്റ്റേജിൽ കയറും, വിൻ ചെയ്ത് വരാറാണ്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നല്ല താല്പര്യം വേണം. പിന്നെ 1 മണിക്കൂറിൻ്റെ തായമ്പകയാണ് നമ്മളൊരു 10 മിനിറ്റിലേക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സത്ത് മാത്രം എടുത്തിട്ടാണ് 10 മിനിറ്റിൽ ചെയ്യുന്നത്. സാറേ, അപ്പം ഇത് പഠിക്കുന്നത് ഒരാൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതാണോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പഠിക്കുന്നതാണോ? പിന്നെ അത് എവിടെയൊക്കെ പെർഫോം ആണെങ്കിലും ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്യുന്നതാണോ? ഏതായിരിക്കും കൂടുതൽ ആസ്വാദ്യകരമായിട്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുക? അത് ഗ്രൂപ്പായിട്ട് പഠിച്ചിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴായിരിക്കും അത് കൂടുതൽ ആസ്വാദ്യകരമാവുക എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തായമ്പക സിംഗിളായിട്ടാണ് പഠിക്കുക. പിന്നെ എപ്പോഴും നല്ലത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. തായമ്പക സിംഗിളാണ് ചെയ്തു കൊടുക്കുന്നത്. മേളം ഗ്രൂപ്പായിട്ട് ചെയ്യണം. ഈ മേളവും തായമ്പകയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊന്ന് പറയാമോ? മേളം ഒരു വായ്ത്താരി ആവർത്തിച്ച് ഇത്ര അക്ഷരകാലം പോകുന്നതാണ്. തായമ്പക ഒരു ചൊല്ലിന് ഒരു മറുചൊല്ല് കൊട്ടി അത് ഒരു കലാശത്തിലേക്ക് എത്തിച്ച് അങ്ങനെ പോകുന്നതാണ് തായമ്പക. തായമ്പകയ്ക്ക് കൃത്യമായൊരു ചട്ടക്കൂടുണ്ട്. ചെമ്പടവട്ടം, കൂറ്, എടവട്ടം, ഇരികിട, ഇങ്ങനെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മേളത്തിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വായ്ത്താരി ആവർത്തിച്ച് കൊട്ടി അതിനെ പതിഞ്ഞ കലാശം, അടുത്ത കാലം മാറി അതിനൊരു പതിഞ്ഞ കലാശം, അതങ്ങനെ കാലം മാറി ഒരു കലാശത്തിലേക്ക് പോകുന്നു. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ചെണ്ട കൊട്ടുന്നതിൻ്റെ ഒരു തായമ്പകേൻ്റെ ഒരു പീസ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് കാണിച്ചു തരാമോ? ശ്രമിക്കാം. കൂടാതെ അപ്പോൾ ഇത് പ്രതീഷ്, നമ്മുടെ ഹരീഷ് സാറിൻ്റെ മോനാണ്. ഇദ്ദേഹം മദ്ദളമാണ് പഠിക്കുന്നത്. സ്ട്രേറ്റ് വിന്നറാണ് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചെറിയൊരു മദ്ദളത്തിൻ്റെ പീസ് കാണിച്ചില്ലേ? ഓ, കാണിച്ചില്ല. ഓക്കെ. ഈ ഒരു കലാകാരൻ എന്നതിനോടുപരി സാർ ഒരു കർഷകനാണെന്ന് കേട്ടിട്ടുണ്ട്. സാറ് എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ? ഞാൻ നെൽകൃഷി, വാഴ,
ഇഞ്ചി, എല്ലാ കൃഷികളും, കുരുമുളക്, കാപ്പി എല്ലാം ഉണ്ട് കൃഷിയായിട്ട്. ഈ ചെണ്ടയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ചെണ്ട പഠിക്കാൻ വേണ്ടി വരുന്ന തലമുറയ്ക്ക് സാറിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടുണ്ടോ? എൻ്റെ എല്ലാവരും ഈ കല അഭ്യസിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ കുറച്ചെങ്കിലും നമ്മളിത് പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു കല അഭ്യസിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ഹരീഷ് സാറിനെ കണ്ടു, സാറിൻ്റെ വിശേഷങ്ങൾ കണ്ടു. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ നിങ്ങളെല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നതാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇത് ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ജയ്ബിൻ സൈനിങ് ഔട്ട്.